കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പി.കെ. ശശി പോയാൽ ശശിക്ക് പോയി എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ. പി.കെ. ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ശേഷം മണ്ണാർക്കാട് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർട്ടിക്കെതിരായി പ്രസംഗിക്കാൻ പോകുന്നതിന് 72 മണിക്കൂർ മുമ്പ് രാജിക്കത്ത് തിരുവനന്തപുരത്ത് കൊണ്ടേ കൊടുത്തിട്ട് ആ ത്യാഗി, മഹാത്യാഗി ഇവിടെ വന്നിട്ട് പാലക്കാട്ട് കുറച്ച് ആൾക്കാരെ കല്യാണ മണ്ഡലത്തിൽ വിളിച്ചിരുത്തിയിട്ട് ആഞ്ഞടിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട്. അവസാന നിമിഷം വരെ ഈ പാർട്ടിയുടെ ഊറ്റിക്കുടിച്ച് അത് ശരീരത്തിലെത്തി അത് ദഹിക്കുന്നതിന്റെ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞാൽ വെറുതെ ഇരിക്കുവാൻ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങേപ്പുറത്താണ് വർഗശത്രുവിന്റെ പാളയത്തിലേക്കാണ് പോയതെങ്കിൽ അവരെ ആ നിലയിൽ തന്നെ കാണുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവസാന നിമിഷം വരെ പാർട്ടിയെ ഊറ്റിക്കുടിച്ച് അത് ദഹിക്കുന്നതിന് മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞാൽ നോക്കിയിരിക്കില്ല. വർഗശത്രുവിന്റെ പാളയത്തിൽ പോയവരെ ആ നിലയിൽ തന്നെ കാണും. പി.കെ. ശശിക്കെതിരെ 6 തവണ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റുപറ്റിയാൽ തിരുത്തുകയെന്നതാണ് പാർട്ടി നയം. നന്നായി പ്രവർത്തിക്കുന്ന സഖാക്കളെ മേൽക്കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ടിയുടെ രീതിയാണ്. നിലവിലെ സാഹചര്യത്തിൽ മണ്ണാർക്കാട് നിന്ന് ശശി MLA ആകില്ല. ശശിയെ 1-ാം തരം മണ്ഡലത്തിൽ നിന്നാണ് വിജയിപ്പിച്ചത്. 5 കൊല്ലം MLA ആയാൽ പിന്നെ അവിടെ നിർത്താൻ പറ്റാത്ത ആളായി മാറാൻ ശശിക്ക് പ്രത്യേക കഴിവുണ്ട്. MLA സീറ്റ് നൽകാതിരുന്ന ശശിയെ KTDC ചെയർമാനാക്കി. KTDCയെ കൊണ്ട് എങ്ങനെ പരമാവധി ഉപദ്രവിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നെന്നും വിജയരാഘവൻ പറഞ്ഞു. പി.കെ. ശശിക്ക് നമ്മുടെ പാർട്ടി അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. MLA ആയിരുന്നല്ലോ. MLA ആയിരുന്നു. MLA എന്ന് പറഞ്ഞാൽ ഏത് നിയോജകമണ്ഡലത്തിനാ മത്സരിച്ചേ? മണ്ണാർക്കാട്ടിൽ നിന്നാണോ ശശി MLA ഇത്? മണ്ണാർക്കാട്ട് ശശി മത്സരിച്ച MLA ആവുമോ? മണ്ണാർക്കാട്ടത്ത് മത്സരിച്ചു നോക്കട്ടെ. ആവില്ലല്ലോ. ആവൂലെന്നേ. പറയാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അത്ര എളുപ്പമല്ല അത്. പാർട്ടി എന്താ ചെയ്ത്? ഈ സംസ്ഥാനത്ത് നമുക്ക് മത്സരിച്ചാൽ 1ാമതെത്തുന്ന നിയോജകമണ്ഡലത്തിലാണ് പി.കെ. ശശിയെ നമ്മൾ മത്സരിപ്പിച്ചത്. ശശിക്ക് ഒരു ഗുണമുണ്ട്. എന്താണ്? 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറാനുള്ള അനിതര സാധാരണമായ കഴിവുണ്ട്. അവിടെ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 2ാമത് മത്സരിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ പെശ കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഗുണം കൊണ്ടാണ് അദ്ദേഹത്തിനെ വീണ്ടും നമുക്ക് മത്സരിപ്പിക്കാൻ പറ്റാതിരുന്നത്. പാർട്ടി എന്ത് സമീപനം സ്വീകരിച്ചു? ചെങ്കൊടിക്ക് മുകളിൽ പറക്കാൻ ശശിയല്ല ആരെയും അനുവദിക്കില്ലെന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ശശിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യവും പറ്റി ഈ പാർട്ടിയുടെ ഉച്ഛിഷ്ടം നിന്ന് വളർന്ന ശരീരമാണ് പി.കെ. ശശിയുടെ ശരീരം. പാർട്ടിയുടെ ഉച്ഛിഷ്ടം നിന്നിട്ടാ നിങ്ങള് വളർന്നിട്ടുള്ളത്. പാർട്ടിയുടെ പിൻപറ്റി ഈ മണ്ണാർക്കാട് ഏരിയയിൽ നിങ്ങൾ പല സംഭവത്തിനും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ജനിക്കുമ്പോ തന്നെ സമ്പന്നനായതല്ല, ഈ പാർട്ടിയുടെ മറവിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പി.കെ. ശശി എന്നുള്ളത് ഞങ്ങൾക്കറിയാണ്ടല്ല. ഇനി ഞങ്ങൾ പറയാൻ മടിക്കില്ല. മണ്ണാർക്കാട്ട് അങ്ങാടിയിൽ ശശി ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്തേ ശശി വിശേഷം ചോദിക്കാൻ ആളില്ലാത്ത വെറും ശശിയായി മാറും. കാലം തെളിയിക്കും. ഇപ്പൊ ശശിന്റെ പണി എന്താ ചോദിച്ചാ, ഏതെങ്കിലും ഒന്നിനും തിരിയാത്ത പിള്ളേരിനെ വെച്ചിട്ട് ഒരേ പ്രസംഗമാണ്. പിന്നെ നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് എന്ത് വേണ്ടാത്തും പറയാലോ. അതിനനുസരിച്ച് നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? ഒരു മണ്ണാർക്കാട് ഒരു കുലിക്കലടി പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. എന്താണ് കലിക്കലടിയാ? അല്ല, ഏതോന്ന് എന്താ എഴുതുന്നത്? മുസ്ലിം ലീഗിൽ നിന്ന് വന്നതാണ്. അതുകൊട്ടെ, ഞാൻ അതിലേക്കൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്ത് തോന്നിയാസവും പാർട്ടിയെ കുറിച്ച് പറയുക എന്നുള്ള നിലയിലേക്ക് പോവാണ്. അതിനൊന്നും ഞങ്ങൾ എല്ലാത്തിനും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലും പാർട്ടിക്കൊപ്പം നിന്നപ്പോൾ മണ്ണാർക്കാട് മണ്ഡലം എന്നും ഗാലറിയിലിരുന്ന് കളി കാണേണ്ടി വന്നത് മണ്ണാർക്കാട്ടെ പാർട്ടിയെ നേർവഴിക്ക് നയിക്കാത്തത് കൊണ്ടാണെന്ന് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. നാം അറിയണം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ അയൽപക്ക മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലും വിജയിക്കാനായപ്പോ, ഈ പാർട്ടിക്ക് വിജയിക്കാനായപ്പോ മണ്ണാർക്കാട് മണ്ഡലം എന്നും പ്രതിപക്ഷത്തെ ഗാലറിയിലിരുന്ന് കളി കാണേണ്ട സാഹചര്യത്തിലേക്ക് നാം പോയത് മണ്ണാർക്കാട്ടെ പാർട്ടിയെ CPIM-നെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാനിട്ടാണ്. ഇവിടെ പാർട്ടിക്ക് പ്രവർത്തകരില്ലാഞ്ഞിട്ടല്ല. കഴിഞ്ഞ ഏതാനും ചുരുങ്ങിയ നാളുകൾ ഞങ്ങൾക്കറിയാം,
ഓരോ പഞ്ചായത്തിലെയും ഓരോ ലോക്കൽ കമ്മിറ്റിയിലെയും ബ്രാഞ്ചുകളിലെയും നൂറുകണക്കിന് വരുന്ന സഖാക്കൾ അവരെല്ലാം ഈ പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. അവരെല്ലാം ചേർത്ത് പിടിക്കേണ്ടതാണ്. പക്ഷേ അവിടെയൊന്നും പാർട്ടി താല്പര്യങ്ങളായിരുന്നില്ല മണ്ണാർക്കാട് നടപ്പായിക്കൊണ്ടിരുന്നത്. നിരാശയോടെ പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരൊറ്റ സഖാവിനെ പോലും തനിക്ക് മീതെ ഉയർന്നു വരാൻ ആരെയും അനുവദിക്കില്ല എന്ന ധിക്കാരപരമായ സമീപനം എത്ര പേർ കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ, KK രാജൻ എന്നിവർ പ്രസംഗിച്ചു. CCN മണ്ണാർക്കാട്.